സീരീസിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ജിയയുടെ ന്യൂ ഫ്രണ്ട് ഉണ്ടല്ലോ മിങ്ക്യു, അവളും അവളുടെ അമ്മയും കൂടി കാറിൽ പോകുന്നതാണ്. മിങ്ക്യുവിനെ അവളുടെ അമ്മ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ കാറിലിരിക്കുന്ന സമയത്ത് അവളുടെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നീ നന്നായിട്ട് പഠിക്കണം, വെറുതെ കച്ചറ കളിച്ചൊന്നും നടക്കാൻ പാടില്ല, നമ്മളുടെ ഫാമിലി പഠിത്തത്തിന് ഇമ്പോർട്ട് കണ്ടു കൊടുക്കുന്ന ഒരു ഫാമിലിയാണ്, അതുകൊണ്ട് നീ മസ്റ്റായിട്ട് പഠിക്കണം, ക്ലാസ്സിൽ ടോപ്പർ ആവണം. അതുപോലെ ക്ലാസ്സിൽ പഠിക്കാതെ നടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട് ജിയാന്, അവളുടെ കൂടെ ഒന്നും വല്ലാതെ കൂട്ടുകൂടാനും നിൽക്കണ്ട, നീയും പഠിക്കാതെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴും നമ്മൾ വലിയ കഴിഞ്ഞില്ലതാ ഓക്കെ ശരി എന്നൊക്കെ ഇങ്ങനെ പറയണൊക്കെ ഉണ്ട്. എന്നിട്ട് സ്കൂളിന് മുമ്പിൽ എത്തിയപ്പോൾ നിനക്ക് ക്യാഷിൻ്റെ വല്ല ആവശ്യമുണ്ടോ ചോദിച്ചപ്പോൾ അവൾ ആദ്യം വേണ്ട, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്നാലും ഇത് വെച്ചെന്ന് പറയുമ്പോൾ കുറച്ച് പൈസ അവളുടെ കൈ കൊടുക്കുകയാണ്. അതൊക്കെ കിട്ടിയേക്ക് അവൾ അമ്മ എൻ്റെ നല്ല അമ്മയാണ്, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മാമാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിക്ക് ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയറാണ്. അപ്പോൾ അവന് കോർട്ടിൽ ഇങ്ങനെ കളിക്കുകയാണ്. അവരുടെ കളി കാണുന്ന കുറച്ച് പെൺകുട്ടികൾ അവിടെ നിന്ന് കണ്ട് അവരെ ചേർപ്പൊക്കെ ചെയ്യണമൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ നമ്മളെ ജിയാനും മിങ്കിയും ഒക്കെ ഉണ്ടായിരുന്നു. ജിയാൻ കാര്യമായിട്ട് അവന് കളിക്കുന്നത് ഇങ്ങനെ ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ ഇങ്ങനെ കൈ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നിട്ട് ആ കളിയിൽ ജിക്ക് ജയിക്കുമ്പോൾ ജിക്ക് ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ മിങ്കു അവനക്ക് ചിരിച്ചുകൊണ്ട് നാണിച്ച മട്ടിലിങ്ങനെ വെള്ളക്കുപ്പിയൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ട്. പിന്നീട് ആ സീൻ കഴിഞ്ഞിട്ട് നമ്മുടെ സിയാവോനെ കാണിക്കുന്നത്, അവൻ്റെ ക്ലാസ്സിൽ നിന്നിട്ട് എന്തോ പേപ്പറൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്തൊക്കെ ഒരു കുട്ടി വന്നിട്ട് പറയുന്നുണ്ട്, നിനക്കൊരു വിസിറ്റർ ഉണ്ടെന്ന് പറയുമ്പോൾ അവനത് അവിടെ വെച്ചിട്ട് പുറത്ത് പോകുമ്പോൾ അവിടെ നിൽക്കുന്നത് ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ അവന് ഇങ്ങനെ വരുന്നത് അവനെ സ്ത്രീ തിരിഞ്ഞു നോക്കുമ്പോൾ അത് അവൻ്റെ അമ്മയായിരുന്നു. അവരെ കണ്ടൊക്കെ ഇവനക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവന് കൈയൊക്കെ ചുരുട്ടി പിടിച്ച് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ജിക്ക് ബാസ്കറ്റ് ബോളൊക്കെ തട്ടിക്കാണ്ട് ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. പിന്നീട് ആ സീൻ കട്ടായിട്ട് കാണിക്കുന്നത് അവരൊരു കോഫി ഷോപ്പിൽ ഇരിക്കുന്നതാണ്. അവൻ്റെ അമ്മേൻ്റെ പേര് ചെൻതിങ് എന്നായിരുന്നു. പിന്നെ സിയാവോ അവിടെ ഇരിക്കുന്നത് വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ്. അപ്പോൾ അവൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ സിംഗപ്പൂർ പോയി, അവിടെ ഞാനിപ്പോൾ ഒരു കല്യാണം കഴിച്ച് എനിക്കൊരു 6 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്, ബ്ലഡ് റിലേഷനിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും സിബിലിങ്സാണ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവനത് വലിയ താല്പര്യമില്ലാത്ത മട്ടിലൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് നിൻ്റെ അനിയത്തിയെ ഇവിടുത്തെ സ്കൂളിൽ ചേർത്താണ്, അവിടെ ഓറഞ്ച് എന്നാണ് വിളിക്കാറെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അവൻ പറയണേ, എനിക്കാകെ ഒരു അനിയത്തിയുള്ളൂ, അത് ചെയ്യാനാണ്, അല്ലാതെ നിങ്ങളുമായിട്ടുള്ള ബന്ധം എനിക്കില്ല, നിങ്ങൾ എന്നെ എവിടെ എത്തിച്ച് പോയതല്ലേ എന്നൊക്കെ പറയണം അവന്. അപ്പോൾ അതേ സമയം തന്നെ ഈ കഫേയുടെ പുറത്ത് നിൽക്കാണ്ട് ജിയാനും സീക്കും കൂടി ഇവരെങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ജിയാനെ സീക്കിനോട് പറയുന്നുണ്ട്, അവനെങ്ങനെ അവൻ്റെ അമ്മ കൊണ്ടുപോകും എന്നൊക്കെ ഇങ്ങനെ അവർ രണ്ടുപേരും പറയാണ്. അപ്പോൾ അവൻ പറയണേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ മിണ്ടാതെ നിൽക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ജിയാൻ പറയണേ, എന്തായാലും അത് അവൻ്റെ അമ്മയല്ലേ, അപ്പോൾ അവനെ ഒന്ന് ക്ഷമിച്ചൂടെ എന്ന് ജിയാൻ പറയുമ്പോൾ സീക്കുവിന് ഇഷ്ടപ്പെടാതെ ജിക്ക് അവിടെ നിന്ന് നീ ഇന്ന് അവിടെ ഒറ്റയ്ക്ക് നിന്നോന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ്. എന്നോട് ചെന്ന് സിയാവോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ കൊടുത്ത പൈസക്കാണ് അവർ നിന്നെ നോക്കുന്നത്, അല്ലാതെ നിന്നോട് ഇഷ്ടമുണ്ടായതുകൊണ്ടൊന്നല്ല പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ സിയാവോക്ക് നന്നായിട്ട് ദേഷ്യം വരികയാണ്. അപ്പോൾ അവൻ പറയാണ്, ഞങ്ങളുടെ അച്ഛന് ഞങ്ങളെ 3 പേരെയും ഒരുപോലെ നോക്കുന്നത്, അല്ലാതെ ഞങ്ങളെ വേർതിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോരുകയാണ്. ജിയാൻ്റെ അടുത്ത് നിന്ന് പോകുന്ന ജിക്കു ആരും ഇല്ലാത്തൊരു ഭാഗത്ത് മതിൽമേൽ ചാരി നിൽക്കാണ്ട് ഇങ്ങനെ കരയാണ്. അവൻ്റെ അമ്മയെ ആലോചിച്ച് അവൻ്റെ അമ്മ ചെറുപ്പത്തിൽ അവൻ്റെ മുത്തശ്ശിനെ നോക്കാനൊന്നും പറഞ്ഞു പോയതാണ്. പിന്നീട് അവൻ്റെ അമ്മ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ ചെറിയൊരു ഫോട്ടോ ഒക്കെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ നോട്ട് അവന് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അവൻ്റെ അമ്മ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അവനെ കിസ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ അവൻ പുറകിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, അമ്മ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ, കൂടുതൽ ലേറ്റ് ആവരുത് എന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ അവൻ്റെ അമ്മ ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് തല അടിയിട്ടാണ് പോകുന്നത്. പക്ഷേ എത്ര കാലമായിട്ടും അവൻ്റെ അമ്മ വന്നിട്ടില്ലായിരുന്നു. എന്നിട്ട് ജിയാനും സിയാവും കൂടി അങ്ങനെ അവിടെ നിന്ന് കഫേയിൽ നിന്ന് ഇങ്ങനെ നടന്നിങ്ങനെ പോവുകയാണ്. ജിയാൻ അവൻ്റെ കൈയിൻ്റെ ഉള്ളിൽ കൂടെ അവളുടെ കൈയൊക്കെ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് സിയാവ് പറഞ്ഞു, നീ എന്തേ ചെയ്യുന്നത്, നമ്മളിങ്ങനെ നടക്കുന്നത് കണ്ടാൽ ആളുകൾ വിചാരിക്കില്ല നമ്മൾ കപ്പിൾസാണ്, നീ ആ കൈ എടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ പിന്നിലായിട്ട് ഇവരുടെ സ്കൂളിലെ 2 ടീച്ചേഴ്സ് ഒന്ന് കാണും, നിങ്ങൾ ഏത് ക്ലാസ്സിലെ സ്റ്റുഡൻസാണ്, നിങ്ങൾ എന്തേ നേരത്തെ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടേക്ക് ഇവർ 2 പേരും അവിടെ നിന്ന് ഓടുകയാണ്. ഇവിടെ കാണിക്കുന്നത് നമ്മുടെ സിയാവോടെ അച്ഛന് ലിങ്ക് ഉണ്ടല്ലോ, അദ്ദേഹം ഒരു കോഫി ഷോപ്പിലേക്ക് പോകണം. അവിടെ അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ചെന്ന അവിടെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ സിയാവോടെ അമ്മ. അവരുടെ അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ പറയണം, ഞാൻ കുറച്ച് ലേറ്റായി, എനിക്ക് സ്റ്റേഷനിലൊരു കേസ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി ചോദിച്ചപ്പോൾ ഇല്ല കുഴപ്പമില്ല എന്നൊക്കെ അവർ ചിരിച്ചോണ്ട് പറയണം. അച്ഛൻ പറയണം, ഞാനിപ്പോൾ സിംഗപ്പൂർ പോയി ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു മകളുണ്ട്, അവളുടെ അഡ്മിഷന് ശരിയാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയണം. ഞാൻ മാത്രമല്ല എൻ്റെ ഗ്രാൻഡ്മയെ ഞാൻ നിങ്ങളെ ഇട്ടേച്ച് പോയിട്ടും നിങ്ങൾ എൻ്റെ അമ്മയെ നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ലിങ്ക് പറയാണ്, അവരിപ്പോഴും എൻ്റെ മകൻ്റെ ഗ്രാൻഡ്മയാണ്, അപ്പോൾ എനിക്ക് അവരെ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതെൻ്റെ ഉത്തരവാദിത്വം അത് പോയില്ല എന്നൊക്കെ അവർ ഓരോന്ന്
വന്ന് സംസാരിക്കുകയാണ്. ഇടയിൽ ലിങ് ചോദിക്കുന്നുണ്ട് നിന്റെ ഭർത്താവിന് ഇപ്പോൾ എന്താ ജോലി, ഭർത്താവ് ഇപ്പോൾ വീട്ടിൽ ആകാറില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് ആ ഭർത്താവിന് ബിസിനസ്മാനാണ്, അദ്ദേഹം ജോലി കഴിഞ്ഞാൽ കൃത്യ സമയത്ത് തന്നെ വീട്ടിലേക്ക് വരാറുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. എന്നിട്ട് ലിങ് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ജെൻ പറയുന്നുണ്ട് ഞാൻ ഇന്ന് സിയാവോടെ സ്കൂളിൽ പോയിരുന്നു, അവനെ കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ ലിങ്ങിന് ദേഷ്യം വരികയാണ്. നീ എന്താ ചെയ്തത്, നീ എന്തിനാ അവൻ്റെ അടുത്ത് പോയത്, നീ അവൻ ഇട്ടേച്ച് പോയതല്ലേ, അവൻ എത്ര കഷ്ടപ്പെട്ടു അവൻ ഇന്ന് നിലയിലെത്താനെന്ന് നിനക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാണ് ഒന്നുമില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയല്ലേ, ബയോളജിക്കലായിട്ടുള്ള മദറല്ലേ, അപ്പോൾ എനിക്ക് അവനെ കാണാനുള്ള എല്ലാ ഉത്തരവാദിത്വം ഉണ്ട്, അവനെ പോയി കാണണ്ട എന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കല്ല എന്നൊക്കെ അവർ പറഞ്ഞ് കേട്ടിട്ട് ലിങ് അവിടെ നിന്ന് നീച്ച് പോവുകയാണ്. പിന്നീട് സിയാവോയും സീക്കും കൂടി അവരുടെ റെസ്റ്റോറൻറ്റ് ക്ലീൻ ചെയ്യായിരുന്നു. അപ്പോൾ അവർ ഒരു ടേബിളിൽ ഇരുന്നിട്ട് ജിയാൻ ഇങ്ങനെ എന്തോ ചിത്രം വരയ്ക്കാണ്. അപ്പോൾ സിയാവോ ഒന്ന് നോക്കിയാണ്ട് പറയുന്നത് എന്നോട് ഞാനിവിടെ ഇരുന്നിട്ട് ഹോംവർക്ക് ചെയ്യാനല്ല പറഞ്ഞു, നീ എന്തേ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നത്, നീ മതിയാക്ക് ബുക്ക് എടുത്ത് ഹോംവർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൾ എന്നെ കൊണ്ട് പെയ്യാന്ന് പറയുന്നുണ്ട്. മതിയാക്ക് നീ ആ ബുക്ക് എടുത്ത് ഹോംവർക്ക് ചെയ്തെന്നാണ് പറയുമ്പോൾ അവൾ അവിടെ നിൽക്കാണ്ട് സെക്കൻഡ് ബ്രദർ എന്ന് വിളിക്കുമ്പോൾ തന്നെ ശരിക്കും ഓടി വന്നിട്ട് എന്താ പ്രശ്നം, അവൾ അവിടെ നിന്ന് ചിത്രം വരയ്ക്കില്ല, എനിക്ക് അതിനെന്താണെന്ന് ചോദിക്കുമ്പോൾ അവളോട് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞതായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. പിന്നീട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അങ്ങോട്ടേക്ക് ലിങ് വരുന്നത്. ലിങ് ആദ്യം സിയാവോൻ്റെ അടുത്ത് പോയിട്ട് എടാ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അവനൊന്നും അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ട്. ലിങ്ങൊന്ന് ഞാൻ നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ലീനയും വിളിച്ചിട്ട് എടാ എനിക്ക് നിന്നോട് കാര്യം പറയേണ്ടെന്ന് പറഞ്ഞിട്ട് ലീനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ്. എന്നിട്ട് ലീനോട് പറയാണ് ഇന്ന് സിയാവോടെ അമ്മ അച്ഛൻ വന്നിരുന്നു, അവളിനോട് കുറേ സംസാരിച്ചു, അതിൻ്റെ ഇടയിൽ തന്നെ സിയാവോടെ സ്കൂളിൽ പോയിട്ട് അവനെ കണ്ടിരുന്നു, ഇതിന് ശേഷമാണ് അവൾ എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ അവൾ പറയണം എനിക്ക് അവനെ വേണം, എനിക്ക് എൻ്റെ മകനെ തിരിച്ച് വേണം എന്നൊക്കെ പറയുന്നത്, എനിക്കെന്താ ചെയ്യേണ്ടിയെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നത് നീ ഈ കാര്യം സിയാവോനോട് പറഞ്ഞു നോക്കുമെന്ന് പറയുമ്പോൾ ലിങ് പറയണം വേണ്ടടാ അത് അവനെ എങ്ങനെ എടുക്കുന്ന അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൻ അവിടെ നിന്ന് പോകണ്. അന്ന് രാത്രി സിയാവോ ഒരു സ്വപ്നം കാണുകയാണ്. ചെറിയൊരു കുട്ടീനെ ഒരു റൂമിൽ അടിച്ച് പൂട്ടിയിട്ടാണ്. ആ കുട്ടി ജനാതിലൊക്കെ പിടിച്ചിട്ട് ആരെങ്കിലും നിന്ന് രക്ഷിക്കുക, ആരെങ്കിലും വാതിൽ തുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ശബ്ദം വെക്കുകയാണ്, വാതിൽമ കുട്ടിയിട്ട് കരഞ്ഞ് ശബ്ദം വെക്കുകയാണ്. ആ കുട്ടിക്ക് നമ്മുടെ സിയാവോടെ ചെറുപ്പത്തിലുള്ള മുഖമായിരിക്കും. അത് മാത്രമല്ല ഒരു ചെറിയ പെൺകുട്ടി ആ റൂമിൽ ഇങ്ങനെ കിടക്കുന്നതും കാണിക്കുന്നുണ്ടോ. എന്നിട്ട് ആ കുട്ടീനെ നോക്കിയിട്ടാണ് ഈ ചെറിയ സിയാവോ വാതിൽ തട്ടി ഓപ്പൺ ദി ഡോർ എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കാണ്ട് കരയുന്നത്. പിന്നീട് ആ ചെറിയ സിയാവോക്ക് വലിയ സിയാവോയുടെ മുഖം വരുന്നുണ്ട്. എന്നിട്ട് അവന് ആ വാതിൽമൊക്കെ തട്ടിയിട്ട് വാതിൽ തുറക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവനും കരയാണ്. പക്ഷെ ആ വലിയ സിയാവോ ശരിക്കും ഉറക്കത്തിൽ കരയുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. ഒരു ദിവസം സ്കൂൾ വിട്ടിട്ട് അവർ 3 പേരും സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അന്ന് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പോകും എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അവരുടെ സ്കൂളിലെ 2 കുട്ടികൾ ഒരു കുടയും ചൂടിങ്ങനെ വരുന്നത് കാണുന്നത്. അപ്പോൾ ജിയാൻ പറയുന്നുണ്ട് നമുക്ക് ആ കുട വാങ്ങിച്ച് നമുക്ക് 3 പേർക്കും അതിൽ കയറിക്കാണ്ട് പോയാലോ എന്ന് പറയുമ്പോൾ സിയാവ് പറയുന്നുണ്ട് വേണ്ട അച്ഛൻ അറിഞ്ഞാൽ അത് ചീത്ത പറയും, നമുക്ക് കുറച്ച് നേരം കൂടി ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അത് കേൾക്കാതെ അവൾ വേഗം ഓടിയിട്ട് ആ കുടയും തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് ഇവർ 3 പേരും കൂട്ടി ഓടുകയാണ്. ആ കുടയിലുണ്ടായിരുന്ന 2 പേര് ആ വരാന്തേക്ക് ഇവർ ഇന്ന സ്ഥലത്തും കയറി നിന്നാണ് ഇവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അവർ 3 പേരും കൂടി അവരുടെ അച്ഛൻ്റെ ഹോട്ടലിലേക്ക് കയറിയപ്പോൾ തന്നെ കാണുന്നത് അവിടെ സിയാവോടെ ഗ്രാൻഡ്മയും പിന്നെ അവൻ്റെ ഇപ്പോഴത്തെ അനിയത്തിയും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗ്രാൻഡ്മയെ കണ്ടേക്ക് ഇവർക്ക് അങ്ങനെ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവനതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ മിണ്ടാൻ നിൽക്കണം. അപ്പോൾ അവൻ്റെ ഗ്രാൻഡ്മ അവൻ്റെ അടുത്ത് വന്നിട്ട് മോനെ നിനക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് അവനക്ക് അവൻ്റെ അനിയത്തിയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് മോളെ ഇതാണ് നിൻ്റെ ബിഗ് ബ്രദർ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി ചെറിയൊരു ഗിഫ്റ്റ് എടുത്തിട്ട് അവർക്ക് കൊടുക്കണം. ഞാൻ ചേട്ടന് വേണ്ടി ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവന് വല്ല മെയിൻറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ തിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്രാൻഡ്മ അവനോട് പറയണ്ടേ ഇത് നിൻ്റെ അനിയത്തിയാണ്, ഇവളുടെ പേര് ഓറഞ്ചാണെന്നൊക്കെ പറയുമ്പോൾ അവൻ വലിയ മെയിൻ്റൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഗ്രാൻഡ്മ അവനെ പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഈ സമയം ഇക്കും ജിയാനും കൂടി ഇവർ വന്നത് പറ്റാതെ ഇങ്ങനെ ഒരു മൂലക്കിൽ ഇങ്ങനെ മാറി നിൽക്കാണ് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവനെയും കൂടി ഗ്രാൻഡ്മ പുറത്ത് പോയപ്പോൾ ജിയാൻ ഇങ്ങനെ അവളെ ആ കുട്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് അവളിങ്ങനെ അടിമുടി നോക്കിക്കാണ്ട് പോക്കറ്റിൽ നിന്ന് സാധനം എടുത്തിട്ട് ഇങ്ങനെ കയ്യും ചുട്ടിക്കാണ്ട് അവളുടെ നേരെ ഇങ്ങനെ നീട്ടുകയാണ്. അപ്പോൾ ആ കുട്ടി ജിയാനെ നോക്കിക്കാണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവളുടെ കൈ തുറന്നിക്കാണ്ട് ഒരു ചെറിയൊരു മിഠായി കാണിച്ചെടുക്കും. മിഠായിയാണ് നിനക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾ എനിക്ക് മിഠായിയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ആ ചെറിയ കുട്ടി തല തിരിക്കുകയാണ്. അപ്പോൾ തന്നെ ജിയാൻ ആ മിഠായി എടുത്ത് വായിക്കിടുന്നുണ്ട്. പിന്നീട് അവൻ്റെ മുത്തശ്ശി അവനോട് പറയണം നോക്ക് അതാണ് നിൻ്റെ ശരിക്കുള്ള ബയോളജിക്കലായിട്ടുള്ള സിസ്റ്റർ, അതാണ് ഇവരൊന്നും നിൻ്റെ ശരിക്കുള്ള ഫാമിലി അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഓരോന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കണ്ട് ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കുകയാണ്. പക്ഷെ അവരൊന്നും സമ്മതിക്കാത്തത് കൊണ്ട് അവൻ്റെ മുത്തശ്ശി അവനെ തല്ലുമ്പോൾ വേഗം ചെയ്യാനും സീക്കും കൂടി അവരുടെ 2 പേരുടെ ഇടയ്ക്ക് വന്നിട്ട് പറയണം എന്തിനാ മുത്തശ്ശി ഇവിടെ ഈ വെള്ളത്തിൽ നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിൽക്കുകയാണ്. ആ മുത്തശ്ശിൻ്റെ ദേഹത്ത് ഇങ്ങനെ ചളി തെറിപ്പിക്കുന്ന പോലെ അവിടെ നിന്ന് ചാടണം. അപ്പോൾ മുത്തശ്ശി വേഗം ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പോകുക.
നോക്കുകയാണ്. എന്നിട്ട് എല്ലാവരും കേൾക്കണ മട്ടിൽ പറയുന്നുണ്ട്, ഓറഞ്ച് നീ ഇന്ന് ഇവിടെ ഇന്ന് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിനെ അവിടെ നിർത്തിയിട്ട് ആ കുട്ടിനെ കൂട്ടാതെ പോവുകയാണ്. പിന്നീട് അന്ന് രാത്രി സിയാവോ, സീക്കു, ജിയാൻ ഇവർ 3 പേരും കൂടി ടേബിളിൽ ഇരുന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഈ ചെറിയ പെൺകുട്ടിയെ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ ജിയാൻ സിയാവോടെ അടുത്തിങ്ങനെ ചേർന്നാണ് ഇരിക്കുന്നത്. കണ്ടിട്ട് ഈ പെൺകുട്ടി പറയണം, നീ എന്തിനാ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്, നീ ഒന്നും മറക്കാതെ എൻ്റെ ചേട്ടനാണെന്ന് പറയുമ്പോൾ ജിയാൻ പറയണേ ഇതെങ്ങനെ നിൻ്റെ ചേട്ടനാണ്, അത് എൻ്റെ ചേട്ടനാണെന്ന് അവളും പറയുന്നുണ്ട്. അതേപോലെ തന്നെ സീക്കും പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ ചേട്ടൻ നിൻ്റെ ചേട്ടനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ 3 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടിയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ലീ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഈ കൊച്ചു പിള്ളേരെ പോലെ ആ ചെറിയ കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കുന്നത്, ഒന്നില്ലെങ്കിൽ നിങ്ങളേക്കാൾ ചെറിയ കുട്ടിയല്ല എന്നൊക്കെ പറയണം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ലിങ് വരുന്നത്. അപ്പോൾ ആ ലിങ് ഈ കുട്ടിയെ കണ്ടിട്ട് ഈ കുട്ടി എന്താ ഈ നേരത്തെ ഇവിടെ ആദ്യം വീട്ടിലേക്ക് ഉണ്ടാകാത്ത ചോദിക്കുമ്പോൾ ആ കുട്ടി പറയാൻ, ഞാൻ വീട്ടിലേക്കൊന്നും പോകില്ല, ഞാൻ എൻ്റെ ബിഗ് ബ്രദറിൻ്റെ അടുത്ത് ഇവിടെ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ സിയാവോക്ക് അത് കേട്ട് ദേഷ്യം വന്നിട്ട് സിയാവോ ഇവിടുന്ന് എഴുന്നേച്ചിട്ട് ജിയാനെയും സീക്കുനെയും വിളിച്ചിട്ട് പറയണേ, ഞാനിപ്പോൾ പഠിക്കാൻ പോവാണ്, നിങ്ങൾ 2 പേരും കൂടി എൻ്റെ കൂടെ പഠിക്കാൻ വരണമെന്ന് പറഞ്ഞിട്ട് അവരെയും 2 പേരും കൂടി കൂട്ടിയിട്ട് 3 പേരും വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ ചെറിയ കുട്ടി എവിടേക്ക് ചേട്ടാ എന്നെ കൂട്ടാതെ പോകുന്നു, ഞാനും വരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ചെറിയ കുട്ടി ഇവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് കരയാണ്. അപ്പോൾ ലിങ് ആ കുട്ടിയെ പിടിച്ച് വെച്ചിട്ട് ഒരു പോയിക്കോട്ടെ മോളെ, നീ എന്നെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് ആക്കി തരാമെന്ന് പറയുമ്പോൾ ആ കുട്ടി പറയണേ, ഞാൻ പോകില്ല, ഞാൻ ഇന്ന് ഇവിടെ എൻ്റെ ബിഗ് ബ്രദറിൻ്റെ കൂടെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് കുട്ടി ആ കരഞ്ഞോട് പറയണം. അപ്പം ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാണ്, നീ ഒന്ന് ഇവിടെ നിൽക്കുന്നു പറഞ്ഞ് ലീ അവിടെ നിന്ന് പോകുമ്പോൾ ഈ ലിങ് ചോദിക്കുന്നു, ഞാൻ ഈ കുട്ടിയെ വിളിച്ച് ഞാൻ എന്ത് ചെയ്യാനെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ലീ അവിടെ നിന്ന് മെല്ലെ എസ്കേപ്പ് ആവുകയാണ്. പിറ്റേ ദിവസം സീക്ക് അവൻ്റെ ബാസ്കറ്റ് കളിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവൻ്റെ അടുത്തേക്ക് അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഓരോന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവൻ്റെ ഫാമിലിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയണം. ഇപ്പോൾ സിയാവോ അവൻ്റെ അനിയത്തിയുടെ കൂടെ അവൻ്റെ നാട്ടിലേക്ക് പോകുമെന്ന് ചോദിക്കുമ്പോൾ അവനൊരിക്കലും ഞങ്ങൾ വിട്ടു പോകാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അവൻ്റെ അമ്മ ഉപേക്ഷിച്ചതാണെന്ന് പറയും. നിന്നെയും നിൻ്റെ അമ്മ ഉപേക്ഷിച്ചതല്ല, പക്ഷെ നീ ഇപ്പോഴും എന്തിനാ നിൻ്റെ അമ്മയെ ഇങ്ങനെ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയണേ, എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ പോകാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, എന്തിനാണ് എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചത് എന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് അവനങ്ങനെ സങ്കടപ്പെട്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്താണ് അതിലൂടെ അവൻ്റെ അമ്മയുടെ പോലെ വേഷം ധരിച്ചൊരു പെൺകുട്ടി അങ്ങനെ അതിലൂടെ നടന്നു പോകുന്നത്. അപ്പോൾ അവരെ കണ്ടേക്ക് അവരുടെ പിന്നാലെ ഓടുന്നുണ്ട്. അപ്പോൾ അവന് എൻ്റെ അമ്മയുമായിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അത് കരഞ്ഞുകൊണ്ട് അവരുടെ മുമ്പ് ചെന്ന് നിന്നത് അത് വേറൊരാളാണ് മനസ്സിലായപ്പോൾ അവന് സോറി എനിക്ക് ആൾ മാറിയതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. സിയാവും ജിയാനും കൂടി നമ്മുടെ സീക്കുവിനെ കാത്തിങ്ങനെ ബസ് സ്റ്റാൻഡിലിരിക്കുകയാണ്. അപ്പോൾ അവന് വന്ന് സോറി ഇന്ന് കുറച്ച് ലേറ്റ് ആയെന്ന് പറയുമ്പോഴത്തേന് അവരുടെ അടുത്തേക്ക് ബസ് വരികയാണ്. ഫസ്റ്റ് സീക്ക് കയറിക്കാണ്ട് ബാക്കിലോട്ട് ഞാൻ ചൂണ്ടും, പിന്നെ അത് കഴിഞ്ഞിട്ട് സിയാവും കയറിക്കാണ്ട് അവനും ബാക്കിലോട്ട് ചൂണ്ടും. ഇവിടെ പിന്നെ കയറുന്നത് ജിയാനായിരിക്കും. അവളൊരു കാർഡ് എടുത്തിട്ട് ഒരു മെഷീൻമ വെച്ചിട്ടാണ്ട് അവളും കയറിയാണ്. അപ്പോൾ അവളാണ് ഇവരുടെ എൺപേടും പൈസ അടക്കുന്നത്. ഒരു 3 പേരും കൂടി ഒപ്പം ഇരുന്നിട്ട് നടുവിൽ ജിയാനും ഒരു സൈഡിൽ സീക്കും ഒരു സൈഡിൽ സിയാവും കൂടി ഇരുന്നിട്ട് പോലെ അങ്ങനെ ബസ്സിൽ ഉറങ്ങുകയാണ്. പിന്നീട് അടുത്ത ദിവസം ജിയാന് അവളുടെ ഫ്രണ്ടായ മിൻഗ്യൂല്ലേ അവളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവൾ പറയുന്നുണ്ട്, സിയാവോടെ സിസ്റ്റർ വന്നിട്ടുണ്ട്, അവൾക്ക് ഇവിടെയാണ് അഡ്മിഷൻ എടുത്തത്, അവളും അവളുടെ അമ്മയൊക്കെ അവിടെ നാട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കുകയാണ്, അപ്പോൾ സിയാവോ അവൻ്റെ അമ്മയുടെ കൂടെ പോകുമെന്ന് പറയുമ്പോൾ അവൾ പറഞ്ഞേ ഇല്ല, സിയാവോക്ക് എന്നും സിസ്റ്ററായിട്ടുള്ളത് ഞാനായിരിക്കും പറയുമ്പോൾ എനിക്ക് പറയണേ, എൻ്റെ ചേട്ടന്മാരെ പോലത്തെ ചേട്ടന്മാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, വേണമെങ്കിൽ എൻ്റെ അമ്മയുടെ ടോർച്ചറിൽ നിന്ന് ഞാൻ എപ്പോഴും രക്ഷപ്പെട്ടേനെ എന്നൊക്കെ അവൾ പറയാണ്. പിന്നീട് അന്ന് രാത്രി ഇവിടെ റെസ്റ്റോറൻറ്റിൽ നാട്ടിലുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സിയാവോടെ അമ്മ വന്നതും എൻ്റെ അമ്മയ്ക്ക് ഇവനെ തിരിച്ചു കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞൊക്കെ ഇവരെല്ലാവരും കൂടി പരസ്പരം ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറയണം, അവനൊരു ആൺകുട്ടിയല്ലേ, ആൺകുട്ടികൾ വലുതായാലും അവർക്ക് നല്ലൊരു ജോലിയൊക്കെ ആയാലേ അടുത്ത് നല്ല പൈസ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവനെ തിരിച്ച് കൊണ്ടുപോകാൻ നോക്കുന്നത് എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ടോണ്ട് അപ്പുറത്ത് നമ്മുടെ സിയാവ് നിൽക്കുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ വലാചിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ 4ാമത്തെ പാട്ട്